അടുത്തിടെ അന്തരിച്ച ഭാരതിരാജയുടെ മകനും നടനുമായ മനോജ് കുമാറിന്റെ ഭാര്യയാണ് നടി നന്ദന. ഭാരതിരാജ സംവിധായകൻ എന്ന നിലയിൽ അതിപ്രശസ്തനാണെങ്കിൽ മകൻ മനോജ് കുമാർ നടൻ എന്ന നിലയിൽ തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ്. ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിന് 50 വയസ്സുണ്ടാകുമായിരുന്നു. കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തിലാണ് ഹൃദയാഘാതത്തെ തുടർന്നുള്ള മനോജ് കുമാറിന്റെ വിയോഗം. നടൻ, സംവിധായകൻ, നിർമ്മാതാവ്, പിന്നണി ഗായകൻ എന്നീ നിലകളിലെല്ലാം തമിഴ് സിനിമയിൽ സജീവമായിരുന്നു മനോജ് കുമാർ. മകനെ നടൻ എന്ന നിലയിൽ കൈപിടിച്ചുയർത്തിയതും പിതാവ് തന്നെ. ഭാരതിരാജ സംവിധാനം ചെയ്ത താജ്മഹൽ എന്ന പടത്തിലൂടെയാണ് മനോജ് അഭിനയ രംഗത്ത് അരങ്ങേറിയത്. സമുദ്രം, അന്നക്കൊടി, മാനാട്, വിരുമൻ എന്നിങ്ങനെ നിരവധി ശ്രദ്ധേയ ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതായി വന്നു. എന്നാൽ വിപണന മൂല്യമുള്ള ഒരു വലിയ താരമായി ഉയരാൻ എന്തുകൊണ്ടോ മനോജിന് കഴിഞ്ഞില്ല. സാധൂര്യൻ എന്ന പടത്തിന്റെ സെറ്റിൽ വെച്ച് കണ്ടുമുട്ടിയ മലയാളിയായ നന്ദനയും മനോജും തമ്മിലുള്ള ഗാഢ സൗഹൃദം പ്രണയമായി മാറി. ഇരു വീട്ടുകാരും അതിനെ അനുകൂലിച്ചതോടെ 2006 നന്ദനയുടെ ജന്മനാടായ കോഴിക്കോട് വച്ച് വിവാഹവും നടന്നു. ഈ ദമ്പതികൾക്ക് ആർദിക, മതിവദാനി എന്നിങ്ങനെ 2 പെൺമക്കളാണുള്ളത്. നന്ദന വിവാഹത്തിനു മുൻപ് കുഞ്ചാക്കോ ബോബൻ നായകനായ സ്നേഹിത അടക്കമുള്ള ചില മലയാള ചിത്രങ്ങളിലും അഭിനയിച്ചിരുന്നു. വിവാഹശേഷം പൂർണ്ണമായും അഭിനയത്തിൽ നിന്ന് വിരമിച്ചു. ഹൃദ്രോഗബാധിതനായ മനോജ് ശസ്ത്രക്രിയയ്ക്ക് ശേഷം വീട്ടിൽ വിശ്രമിച്ചു വരികയായിരുന്നു. 2025 മാർച്ചിലാണ് മനോജ് ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിക്കുന്നത്. മനോജിന്റെ വിയോഗത്തോടെ ഒറ്റപ്പെട്ടു പോയ നന്ദനെയും മക്കളെയും നോക്കുകുത്തിയാക്കി രാജയുടെ മകൾ ജനനി ഐശ്വര്യ സ്വത്തുക്കൾ സ്വന്തം പേരിലാക്കിയെന്നാണ് ആരോപണം. നന്ദന ഇതിനെ ചോദ്യം ചെയ്തെന്നും തേനിയിൽ നടന്ന രാജയുടെ സംസ്കാര ചടങ്ങുകൾക്കിടയിൽ ഇതേച്ചൊല്ലി മകളും മരുമകളും തമ്മിലുണ്ടായ വാക്കുതർക്കങ്ങൾക്കൊടുവിൽ നന്ദനയെ കയ്യേറ്റം ചെയ്തതായും വാർത്തകളുണ്ട്. ജീവിതത്തിന്റെ അഗാധമായ പ്രതിസന്ധികളും സങ്കീർണതകളും സിനിമയിൽ ആവിഷ്കരിച്ച ഭാരതിരാജ ഓർമ്മയാകുമ്പോൾ അദ്ദേഹത്തിന്റെ സൃഷ്ടികളുടെ ഖ്യാതിക്കൊപ്പം ഒരു അപഖ്യാതി കൂടി ബാക്കിയാവുകയാണ് ഈയൊരു സംഭവത്തിലൂടെ. ഭാരതിരാജയുടെ മൃതദേഹം ചിതയിൽ വയ്ക്കും മുൻപ് തന്നെ അദ്ദേഹത്തിന്റെ 500 കോടിയിലധികം വരുന്ന സ്വത്തുക്കളെ ചൊല്ലി മകളും മരുമകളും തമ്മിലുള്ള തർക്കം കയ്യേറ്റം വരെ എത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. മനോജിന്റെ മരണശേഷം ഭാരതിരാജയുടെ സ്വത്തുക്കൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ ജനനി എഴുതി വാങ്ങിയെന്നും മനോജിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും അർഹതപ്പെട്ട വിഹിതം കൊടുക്കാൻ തയ്യാറായില്ലെന്നും ആ കുടുംബവുമായുള്ള അടുത്ത വൃത്തങ്ങൾ പറയുന്നു. ഷെയർ ചോദിച്ചെത്തി അവരെ തല്ലുകയും വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തുവെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. ഭാരതിരാജയുടെ മരണസമയത്ത് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയ നന്ദനയും കുട്ടികളും സ്വത്തുകാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ രൂക്ഷമായി പ്രതികരിച്ച ജനനി ഐശ്വര്യ നൂറുകണക്കിന് ആളുകളുടെ മുന്നിൽ വെച്ച് പരസ്യമായി തന്റെ രോഷം പ്രകടിപ്പിക്കുകയും ഇത് ഭാരതിരാജയുടെ കീർത്തിക്ക് ദോഷകരമാകുമെന്ന് തിരിച്ചറിഞ്ഞ നടി രാധിക അടക്കമുള്ള സിനിമാ പ്രവർത്തകർ ഇടപെട്ട് ഇരു കൂട്ടരെയും ശാന്തരാക്കാൻ ശ്രമിച്ചുവെന്നുമാണ് റിപ്പോർട്ടുകൾ. മനോജിന്റെ മരണശേഷം ആസൂത്രിതമായ കരുനീക്കങ്ങളിലൂടെ ഭാരതിരാജയുടെ മകളും മനോജിന്റെ സഹോദരിയുമായ ജനനി ഐശ്വര്യ സ്വത്തുക്കൾ തട്ടിയെടുത്തെന്നാണ് എതിർഭാഗത്തിന്റെ ആരോപണം. മനോജിന്റെ ഭാര്യയും 2 മക്കളും ജീവനോടെ ഇരിക്കെ ഈ വിധത്തിലുള്ള പ്രവൃത്തി നിയമപരമായി തന്നെ നിലനിൽക്കുന്നതല്ലെന്ന് സംഭവത്തിന് ദൃക്സാക്ഷിയായ സിനിമാ പ്രവർത്തകർ പറയുന്നുണ്ടെങ്കിലും സംഗതി നിയമത്തിന്റെ പരിധി വിട്ട് ശാരീരികമായ ഏറ്റുമുട്ടലുകളിലേക്ക് കടക്കുകയാണ്. ഭാരതിരാജയുടെ മരണാനന്തര ചടങ്ങുകൾ പോലും പൂർത്തിയാകും മുൻപുള്ള ഈ ഏറ്റുമുട്ടലുകളെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ അടക്കം അപലപിക്കുന്നു. അവർ ഇടപെട്ട് താൽക്കാലികമായി സമാധാനം പുനഃസ്ഥാപിച്ചെങ്കിലും പ്രശ്നങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ശവസംസ്കാര ചടങ്ങുകൾക്കിടയിൽ ഇത്തരമൊരു ദൗർഭാഗ്യകരമായ സംഭവം അരങ്ങേറാനിടയായ സാഹചര്യത്തെ തമിഴ് മാധ്യമ ലോകം വിലയിരുത്തുന്നത് ഇങ്ങനെ. മനോജ് കുമാറിന്റെ മരണശേഷം കഴിഞ്ഞ 1 വർഷമായി കുടുംബം കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു. തങ്ങൾക്ക് അർഹതപ്പെട്ട സ്വത്തുക്കൾ നഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയിട്ടും ഭാരതിരാജ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് അദ്ദേഹം ഇടപെട്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു നന്ദനയും മക്കളും. എന്നാൽ പിതാവിന്റെ വിയോഗത്തോടെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു. ഇനി ജനനി ഐശ്വര്യയിൽ നിന്നും അത് തിരിച്ചെടുക്കുക പ്രയാസമാണെന്ന് അവർ മനസ്സിലാക്കി. നിയമപരമായി നീങ്ങിയാൽ തന്നെ നാട്ടിലെ രീതി അനുസരിച്ച് വർഷങ്ങൾ നീളുന്ന നിയമ പോരാട്ടങ്ങൾ എവിടെ എത്തുമെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന വീഡിയോയിൽ ജനനി ഇരിക്കുന്ന കസേരയ്ക്ക് സമീപം വന്ന് നന്ദന എന്തോ പറയുന്നതും ജനനി നന്ദനയെ കയ്യേറ്റം ചെയ്യുന്നതും നന്ദന പ്രതികരിക്കുന്നതും കാണാം. പെട്ടെന്ന് അവിടേക്ക് ഓടിക്കിതച്ചെത്തിയ രാധിക കൂപ്പുകൈകളോടെ ഇരുവരെയും അനുനയിപ്പിക്കുന്നതും കാണാം. തുടർന്ന് രാധിക ജനനിയുടെയും നന്ദനയുടെയും മനോജിന്റെയും മകളുടെയും അടുത്ത് ചെന്ന് കവിളിൽ തലോടി ആശ്വസിപ്പിക്കുമ്പോൾ നന്ദനയും മകളും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവരുടെ സങ്കടം പറയുന്നതും ദൃശ്യങ്ങളിലുണ്ട്.
സംഭവിച്ചത് എന്തു തന്നെയായാലും ഭാഷയുടെ അതിരുകൾ ഭേദിച്ച അതുല്യ ചലച്ചിത്രകാരന്റെ അന്ത്യകർമ്മങ്ങൾക്കിടയിൽ ഇത്തരം ചില രംഗങ്ങൾ അരങ്ങേറിയത് ദൗർഭാഗ്യകരം തന്നെയാണ്.